ആക്ച്വലി ഇന്ന് ഞങ്ങളൊരു ഡെസേർട്ട് പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി എന്നെ ഫമീർക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനിഷ നാളെ ഒരു ഷൂട്ട് ഉണ്ട് വരണം എന്ന്. ഇന്നിവിടെ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. ഞാൻ പക്ഷേ വരുന്ന നടീനെ അറിയാൻ ചോദിച്ചു. ഈ നടി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഹായ് ഗായ്സ്, മോനിഷാസ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അബുദാബി മുസഫയിലാണ്. അബുദാബി മുസഫ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാദ്യം വരിക വേൾഡ് ബ്രാൻഡാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുള്ളത് വേൾഡ് ബ്രാൻഡിൻ്റെയാണ്, പ്രൊമോഷൻ വീഡിയോസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എന്താ ഇത്ര വിശാലമായി വന്നിരിക്കുന്നതെന്ന്. ഇന്നിവിടെ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. ജഗദീഷ് ചേട്ടൻ വരുന്നുണ്ട്, ശ്രുതി വരുന്നുണ്ട്. ശ്രുതി എൻ്റെ ഫ്രണ്ടും കൂടിയാണ്. പിന്നെ സിംഗേഴ്സ്, അങ്ങനെ കുറച്ചധികം ആൾ വരുന്നുണ്ട്. സോ നമ്മൾ അവരേനെ ഒന്ന് കാണാൻ, കോർഡിനേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ്. കാണാൻ മീൻസ് നമ്മളാണ് ഇവരുടെ ക്യാമറ, വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി പ്ലസ് ഇവരെ കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മളാണ്. അറേബ്യൻ വോയിസ് ആണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ വ്ളോഗൊന്നും അവിടുന്ന് തുടങ്ങാൻ പറ്റിയില്ല, കാരണം നമ്മൾ വേഗം വരുമായിരുന്നു, കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്തായാലും വേൾഡ് ബ്രാൻഡിൻ്റെ അകത്ത് പോവാം, അവരെ കാണാം, അവരോട് സംസാരിക്കാം. സോ അവരെ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. എൻ്റെ കൂടെ നിന്ന് വന്നിട്ടുള്ളത് ഷ്യാമും മെഹബീനാണ്. ബാക്കി റിഷാദിനൊക്കെ എന്തോ ആക്ച്വലി ഇന്ന് ഞങ്ങളൊരു ഡെസേർട്ട് പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി എന്നെ ഫമീർക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനിഷ നാളെ ഒരു ഷൂട്ട് ഉണ്ട് വരണം എന്ന്. അപ്പോൾ പെട്ടെന്ന് ആ പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ആക്കിയത്. എന്തായാലും ഡെസേർട്ടിൽ നമുക്ക് വീണ്ടും പോവാം. പക്ഷേ ഈ മൊമെന്റ്സ് പിന്നെ കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വന്നത്. നമുക്ക് പോവാം. ഞാൻ വിളിച്ചത് 1:58 അവിടെ ഇറങ്ങിയാല് ഇവിടെ കറക്റ്റ് ലക്ഷത്തി 1:58 ഞാൻ കിട്ടുമല്ലോ 45 മിനിറ്റ്. അഞ്ചു മണിയല്ലേ? 5 മണിക്ക് അവള് ചെയ്തതും ഞാൻ അറിയുന്നവർ ഓൾമോസ്റ്റ് അങ്ങനെ. ബാക്കിയുള്ള ഇപ്പൊ ശ്രുതി ചേച്ചിയുടെയും വേറെ ആരുടെയും, ശ്രുതി ചേച്ചി മാത്രമേ അവള് പുറത്തുനിന്നുള്ളൂ. അഖിലേട്ടനെ എനിക്ക് അഖിലേട്ടൻ ആദ്യമായിട്ട് വേൾഡ് ബ്രാൻഡ് കൊടുക്കുന്നത് ഞാനാണ്. ഇവിടെ വരുമെന്ന് വിചാരിച്ചേ ഇല്ല. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി പോയി. ആണോ? ഞാൻ പക്ഷേ വരുന്ന നടീനെ അറിയാൻ ചോദിച്ചു. ഈ നടി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. വേൾഡ് ബ്രാൻഡിൽ ഒരുപാട് തവണ കുറെ സെലിബ്രിറ്റീസിന്റെ ഷൂട്ടിനും കോർഡിനേഷനും എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമാണ് 4 പേര് വരുന്നത് കേട്ടോ. സോ 4 പേരുടെ വീഡിയോ നമുക്ക് എടുക്കേണ്ടി വന്നു. സോ 4 പേരോട് നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി. പിന്നെ വേൾഡ് ബ്രാൻഡിന്റെ എല്ലാ ഓഫേഴ്സും നമുക്ക് ഓൾറെഡി ബൈ ഹാർട്ട് ആയതുകൊണ്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു. സോ നമ്മൾ എത്തിയത് ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മുടെ ജോലിയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ നടത്തിയിരുന്നു. ഇവിടെ ഫസ്റ്റ് ആണോ? അപ്പൊ വേൾഡ് ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ മതി. മുസഫയിലുള്ള, അബുദാബി മുസഫയിലുള്ള വേൾഡ് ബ്രാൻഡ്സിലാണ്. പിന്നെ സ്വന്തം ഇഷ്ടം എന്താ വെച്ചാൽ. ഇനി ഒന്ന് നടക്കുകയോ അങ്ങനത്തെ കുറച്ച് സീൻസ് എടുക്കാം. ഞാൻ പെർഫ്യൂമും കൂടി ഒന്ന് നോക്കിയിട്ട്, ശരിക്കും ഓരോരുത്തരായിട്ട് ഒരു ദിവസം വന്നെങ്കിൽ നമുക്ക് തകർത്തെടുക്കാൻ. ഒരു സീനും കൂടി എടുക്കാണ്ട്, ഒരു ഷോർട്ടും കൂടി എടുക്കാം. വാ, എവിടുന്നാണ്? ഉള്ളിക്ക് തട്ടിയാണോ? എങ്ങനെ വണ്ടിന്ന് കൊടുക്കില്ല. ഇൻട്രോസിന് എടുക്കണം. നിൽക്കുന്നുണ്ട്, വേഗം പോയിക്കോളൂ. മെന്റലിസ്റ്റ് ഫാസിൽ ബഷീർ ആയിരുന്നു കേട്ടോ അടുത്ത ഗസ്റ്റ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് കാണുന്നതും സംസാരിക്കുന്നതും എല്ലാം. ഒരു 20 മിനിറ്റ് ഒക്കെ എടുത്തത് ചെയ്തെടുക്കാൻ. അതിന്റെ എന്താണ് നിങ്ങൾ ചാനലിലൂടെ കാണുന്നത്. സോ ഇപ്പൊ ചേട്ടനോട് ഇപ്പൊ ഞാൻ പറയാം, എന്നെ ഇത് ചെയ്യാൻ പറഞ്ഞ ചേട്ടന് 20 മിനിറ്റ്സ് വേണം.
അത്രയൊക്കെ മിനിമം വേണ്ടി വരും. പിന്നെ ഈ ഒരു ആംബിയൻസിൽ വന്നിട്ട് നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതിന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു ഹിപ്നോട്ടിസം എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യാൻ പറ്റില്ല. ആദ്യം ഒരു ബ്രെയിൻ ടെസ്റ്റ് കൊടുക്കും, അതിൽ ഓക്കെ ആവുന്ന ആൾ. ഇപ്പൊ നിങ്ങളെ ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന വരില്ല. നിങ്ങൾ അതിന് ഓക്കെ ആണെന്ന് എനിക്കൊരു ബ്രെയിൻ ടെസ്റ്റ് തരേണ്ടി വരും. നിങ്ങൾക്ക് ബ്രെയിൻ ടെസ്റ്റ് തന്ന് നിങ്ങൾ സജസ്റ്റബിൾ ആയിട്ടുള്ള ആളാണെന്നൊക്കെ നോക്കി, എന്നിട്ട് ചെറിയൊരു എഫക്റ്റ് ആദ്യം തന്ന് അതിൽ നിന്ന് പിന്നെ കുറച്ചുകൂടെ വലുത് തന്ന് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ആക്ച്വലി വേൾഡ് ബ്രാൻഡിന്റെ എല്ലാ ഷൂട്ട്സും ഇവിടെ സെലിബ്രിറ്റീസ് വരുമ്പോൾ നമ്മളാ എടുക്കാറ്. ഓൾമോസ്റ്റ് എല്ലാ ഷൂട്ടും, 1-2 ഷൂട്ട് മാത്രം നമ്മൾ എടുത്തിട്ടില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഷൂട്ടും നമ്മളാണ്, കോർഡിനേഷനും നമ്മളാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഗസ്റ്റിന് നമ്മളെല്ലാം കൊണ്ടുവന്ന് വേറെ ആര് കൊണ്ടുവന്നാലും നമ്മളോട് ഗൈഡ് ചെയ്യാൻ പറയും. നമ്മൾ അവരെ ഗൈഡ് ചെയ്ത് എല്ലാം പറഞ്ഞു കൊടുക്കണം എന്താണെന്നുള്ളത്. കാരണം വേൾഡ് ബ്രാൻഡിനെ പറ്റി നമുക്ക് അത്രയും നന്നായിട്ട് അറിയാം. കാരണം നമ്മുടെ ഫസ്റ്റ് ക്ലയന്റുകളിൽ ഒരാളാണ് വേൾഡ് ബ്രാൻഡ്. നമ്മൾ അറേബ്യൻ വോയ്സ് സ്റ്റാർട്ട് ചെയ്ത മുതൽ നമ്മുടെ കൂടെയുള്ള ക്ലയന്റ് ആണ്. ഇവിടെ ഭയങ്കര കിടിലം കളക്ഷൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും സെലിബ്രിറ്റീസ് വരാറുണ്ട്. ചെറുപ്പം മുതൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് ജഗദീഷ്. ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി കൂടിയാണ്. ജഗദീഷ് ചേട്ടനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സോ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ആളേനെ തൊട്ടടുത്ത് കണ്ടപ്പോൾ, അതായത് എൻ്റെ മനസ്സിൽ പഴയ അപ്പുക്കുട്ടൻ ക്യാരക്ടറൊക്കെയാണ്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സ്റ്റെക്കായിരുന്നു. സോ നല്ലൊരു ദിവസമായിരുന്നു ജഗദീഷ് ചേട്ടൻ്റെ കൂടെ. ഒരുപാട് സംസാരിക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി. സത്യേക്ക് ഞങ്ങൾ അബുദാബിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടെ വേൾഡ് ബ്രാൻഡ് അബുദാബിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് കാണാം. അപ്പോ ഇവിടുത്തെ എന്താ പറയാ, ഈ മായിക ലോകം കണ്ട് വളരെ നിങ്ങൾ എല്ലാവരും ഇംപ്രസ്ഡ് ആണ്. അതിന്റെ സന്തോഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. താങ്ക് യു സോ മച്ച് ശ്രുതി ലക്ഷ്മി ആൻഡ് നസീർ പെരുമ്പാവൂർ. താങ്ക് യു സമയമായി. താങ്ക് യു സോ മച്ച് ഗൈസ്. ഇത് പർച്ചേസിങ് ടൈമാണ്. ശ്യാമ ഇവിടെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ശ്യാമ എന്താ വാങ്ങുന്നത്? ഏത് ഷൂ ആ വാങ്ങുന്നത്? ഏതൊരു പറ്റിയ നല്ലൊരു സാധനം വാങ്ങി. ലൈറ്റുകള്, അതായത് വില ഇത്തിരി കുറഞ്ഞാലും ക്വാളിറ്റി അടിപൊളിയായിരിക്കും. ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻ ഒക്കെ? കേക്കോ പറയണത്? ഇതാ ഞാനും വായിക്ക് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസ്? ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. പ്രൈസും കുറവാണ്. ഇത് മൈക്കൊണ്ട ഞാൻ എന്താ പറയാ, അത് ശരി. പ്രൈസും കുറവാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. അതൊക്കെ പോട്ടെ. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ജഗദീഷ് ചേട്ടനെ കണ്ടു, ശ്രുതി ലക്ഷ്മിനെ കണ്ടു, മെന്റലിസ്റ്റിനെ കണ്ടു, സിംഗേഴ്സിനെ കണ്ടു. അടിപൊളിയായിരുന്നു. എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി. ഫോട്ടോ എടുക്കാനൊക്കെ സെറ്റ്. ഫോട്ടോ എടുക്കുന്നതാണോ ഫ്രണ്ട്ലി? അല്ല, കണ്ടു സംസാരിച്ച്. സോ ഗൈസ്, ഞങ്ങളുടെ ഷോപ്പിംഗ് തുടരുകയാണ്. ആക്ച്വലി ഞങ്ങളുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. സോ ഞങ്ങളുടെ ഷോപ്പിംഗ് തുടരും. ഞാനൊരു ക്രോക്സ് എടുക്കാന്ന് അങ്ങനെ വിചാരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഷൂട്ടൊക്കെ കഴിഞ്ഞു, പർച്ചേസ് കഴിഞ്ഞു. നീ പർച്ചേസ് ചെയ്താ എന്താ വാങ്ങിയ? ഷൂ ഏത്? എബ്രോസിന്റെ. ആബ്രോസിന് നമ്മൾ നേരത്തെ കണ്ട ആബ്രോസ്. ഈ വല്ലതും വാങ്ങിയാ? എന്തേ സാരമില്ല. മറ്റേ ഈ വാങ്ങിയില്ലേ? ഞാനൊരു ക്രോക്സ് കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങണം. ക്രോക്സ് ലാസ്റ്റ് വാങ്ങിയതും ഞാൻ ഇവിടുന്ന്. ഞാൻ എപ്പോഴും ക്രോക്സ് വാങ്ങാറുള്ളത് ഇവിടുന്നാണ്. രണ്ടുണ്ട് കാര്യം, ക്വാളിറ്റി ആൻഡ് അഫോർഡബിൾ. സോ ക്രോക്സ് വാങ്ങുന്നത് ഇവിടുന്നാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു ക്യാപിച്ചിനൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കുവാണ്. ആക്ച്വലി ഡയറ്റിലാണ്, എന്നാലും വിശന്നപ്പോൾ അങ്ങനെ. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും ബാക്കിയുള്ള പർച്ചേസിലേക്ക് പോവാണ്. ഞാൻ പറയാം, എനിക്ക് ക്രോക്സ് ഒക്കെ വാങ്ങണം. പിന്നെ ശ്രുതിയൊക്കെ നിൽക്കുന്നുണ്ട്, അവരോടൊക്കെ ബൈ പറയണം. സോ കാണാം. ബൈ. വിളിക്കണേ, ഞാൻ വിളിക്കാം. എന്തായാലും നെക്സ്റ്റ് ടൈം ദുബായിലോട്ട് പോകാം. അപ്പോൾ എല്ലാവരും മോനിഷാസ് ചെയ്യണേ.
എല്ലാരും കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. എല്ലാം ഇല്ലേ? ശരി, ബൈ.